നരേന്ദ്രമോദിയുടെ തുടരെയുള്ള കേരള സന്ദർശനം അതിൻ്റെ രണ്ടാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ചു, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിച്ചു, ഇപ്പോൾ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊരു ചെറിയ സംഭവം ആരും ശ്രദ്ധിക്കാതെ പോയി എന്നതുകൊണ്ടാണ്. കോൺഗ്രസ് ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഫെബ്രുവരി 4-ാം തീയതി തൃശ്ശൂർ ഏകദേശം അവരുടെ ഒരു അഖിലേന്ത്യാ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു എന്ന വാർത്ത വന്നു. മല്ലികാർജുൻ ഖാർഗെയാണ് തൃശ്ശൂർ വരുന്നത്. മല്ലികാർജുൻ ഖാർഗെയും മോദിയെപ്പോലെ റോഡ് ഷോ നടത്തും. AICCയുടെ സകല നേതാക്കളും ഉണ്ടാകും. കേരളത്തിലെ KPCC മുതൽ മണ്ഡലതലം വരെയുള്ള എല്ലാ പ്രവർത്തകരും ഉണ്ടാകും. അങ്ങനെ ഏകദേശം 1,00,000 പേര് കൂടും തൃശ്ശൂർ എന്നാണ് പറയുന്നത്. ഇത്രയും വലിയൊരു മണ്ടത്തരം കോൺഗ്രസ് ചെയ്യും എന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തൃശ്ശൂർ നിയോജകമണ്ഡലം കേരളത്തിലെ ഒരു നിയോജകമണ്ഡലമാണ്. അവിടെ സുരേഷ് ഗോപി മത്സരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്ന് വയ്ക്കുക. കേരളത്തിൽ ഇന്നുവരെ BJPക്ക് ഒരു ലോക്സഭാ സീറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയും അത് നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു. അതിനായിട്ട് തുടരെ പ്രധാനമന്ത്രി വരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റിന് ഇത്ര വലിയ പ്രാധാന്യം എന്താ? സുരേഷ് ഗോപി തോൽക്കണം, ശരി, സമ്മതിച്ചു, അതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ മല്ലികാർജുൻ ഖാർഗെയും മറ്റ് AICC നേതാക്കളും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും എല്ലാം കൂടെ തൃശ്ശൂരേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് സുരേഷ് ഗോപി ഒരു അഖിലേന്ത്യാ തലത്തിലെ നേതാവായിട്ട് മാറുക എന്നുള്ളതാണ്. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു BJP നേതാവാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഒരു സിനിമാ താരവും കൂടെ ആയതുകൊണ്ട് അഡീഷണലായ ഒരുപാട് പ്രയോജനം അദ്ദേഹത്തിന് ഉണ്ടാവും. കഴിഞ്ഞ തവണയും അദ്ദേഹം വലിയൊരു ശതമാനം വോട്ട് തൃശ്ശൂർ പിടിച്ചു. ഇത്തവണയും അത് പിടിക്കാൻ സാധ്യതയുണ്ട്, ജയിക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെ ഇരിക്കുമ്പോൾ പോലും അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന ഒരു BJP നേതാവല്ല. മല്ലികാർജുൻ ഖാർഗെ വന്ന് തൃശ്ശൂർ ക്യാമ്പ് ചെയ്തിട്ട് ഈ പ്രകടനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് കുറേ കൂടെ റീച്ച് കൂടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കോൺഗ്രസ് മറന്നുപോകുന്ന ബാലപാഠങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ചെറിയൊരാളിനെ തോളത്ത് പിടിച്ച് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ മോദി വലുതാകും, ആ ആളും വലുതാകും. അല്ലാതെ ചെറിയ ആളിനോട് സംസാരിച്ചുകൊണ്ട് മോദി ചെറുതാവുകയല്ല ചെയ്യുന്നത്. മല്ലികാർജുൻ ഖാർഗെയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം സുരേഷ് ഗോപിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപി വലുതാകും. മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഇനി വലുതാകാനൊന്നും ബാക്കിയില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. ഇനി റോഡ് ഷോയിലേക്ക് വന്നാൽ തന്നെ മോദി കുതിക്കുന്ന സ്ഥലത്ത് മല്ലികാർജുൻ ഖാർഗെ കിതയ്ക്കുന്നതായിട്ട് നമുക്ക് കാണേണ്ടി വരും. ദയനീയമായൊരു കാഴ്ചയായിരിക്കും അത്. മനുഷ്യർക്കെല്ലാം വയസ്സാകും, ആരോഗ്യം തകരും. അതൊരു കുറ്റവുമല്ല, കുറവുമല്ല, ആർക്കും തടഞ്ഞു നിർത്താവുന്നതുമല്ല കാലപ്രവാഹം. പക്ഷേ കാലപ്രവാഹത്തിൽ ഖാർഗെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം പ്രായമുള്ള ഇന്ത്യയിലെ ഒരു പൊളിറ്റീഷ്യനായി മാറിക്കഴിഞ്ഞു. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഒരുപാടുണ്ട്. ഒരു കസേലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കണമെങ്കിൽ രണ്ട് വശത്ത് നിന്ന് 2 പേര് കൈപിടിക്കേണ്ട അവസ്ഥയാണ് മല്ലികാർജുൻ ഖാർഗെയ്ക്ക്. ഈ റോഡ് ഷോയും മറ്റ് തീപിടിപ്പിക്കുന്ന പ്രസംഗങ്ങളും ഒക്കെ നടത്തണമെങ്കിൽ നല്ല ആരോഗ്യം വേണം, ശ്വാസകോശത്തിൻ്റെ പവറും വേണം. ഇത് നരേന്ദ്രമോദിക്കുള്ളതുപോലെ ഒന്നും ഖാർഗെയ്ക്കില്ല. ഈ അവസ്ഥയിൽ ഖാർഗെ തൃശ്ശൂർ വന്നിട്ട് ഒരു പുവർ ഷോ നടത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ അത് ദോഷം ചെയ്യും. കേരളത്തിലെ കോൺഗ്രസ്സിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു നേതാവില്ല, ഏക നേതാവില്ല, ഒരുപാട് നേതാക്കന്മാരാണ്. അത് ജനാധിപത്യമല്ലേ എന്നൊക്കെ പറയാം. എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു നേതാവ് വേണം. അത് കോൺഗ്രസ്സിന് വലിയൊരു കുറവാണ് കേരളത്തിൽ. പണ്ട് കരുണാകരനുണ്ടായിരുന്നു, ആൻ്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ കാലശേഷം കോൺഗ്രസ്സിൽ ഒരു സിംഗിൾ നേതാവ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല.
അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ഇപ്പോഴും ഒരു ജോക്കറുടെ, ഒരു കോമാളിയുടെ തലത്തിൽ നിൽക്കുന്നു. വർഷം എത്രയായി ആ മനുഷ്യൻ എന്തെല്ലാം സർക്കസ് കാണിക്കുന്നു. എന്നിട്ടും ഒരു ഓൾ ഇന്ത്യ അപ്പീലുള്ള നേതാവാകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇനി തൃശ്ശൂരേക്ക് വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ നിർത്താൻ നല്ലൊരു സ്ഥാനാർത്ഥി ഏതാ കോൺഗ്രസ്സിൽ? പഴയ TN പ്രതാപൻ്റെ പ്രതാപമൊക്കെ പോയി. ഇപ്പോൾ TN പ്രതാപനും ഒരു കോമാളിയായിട്ട് മാറി. ഇസ്ലാമിക തീവ്രവാദികളുമായിട്ട് കൂട്ടുകൂടുക, എല്ലായിടത്തും ഇസ്ലാമിനെ പുകഴ്ത്തി പ്രസംഗിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് സ്വന്തം വ്യക്തിത്വം കളഞ്ഞുകുളിച്ച ഒരാളായിട്ട് പ്രതാപൻ മാറി. പ്രതാപൻ്റെ മറ്റ് ആക്ടിവിറ്റീസിനെ പറ്റി, സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയ വീഡിയോസിനെ പറ്റിയൊന്നും എനിക്കൊന്നും പറയാനില്ല. അത് മാന്യതയല്ല. ചുരുക്കത്തിൽ കോൺഗ്രസ്സിന് തൃശ്ശൂർ ഒരു കേപ്പബിളായിട്ടുള്ള സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ നിർത്താനില്ല. ഇടതുപക്ഷത്തിൻ്റെ കാര്യം തഥൈവ. VS സുനിൽകുമാർ ആണെങ്കിലും രാജനാണെങ്കിലും ഇതുപോലെയൊക്കെയുള്ള സ്ഥാനാർത്ഥികളൊന്നും തന്നെ ഇപ്പോൾ ഈ പുതിയ സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുന്നവരല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോൺഗ്രസ് ബൈ ഡിഫോൾട്ട് സുരേഷ് ഗോപിയുടെ സ്റ്റേച്ചർ വീണ്ടും ഉയർത്തുന്നത്. ഇങ്ങനൊരു മണ്ടത്തരം കോൺഗ്രസ് ചെയ്യരുതായിരുന്നു. രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് തോൽക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഇടതുപക്ഷം തോൽക്കുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. സുരേഷ് ഗോപി ജയിക്കുന്നതിൽ പെരുത്ത സന്തോഷമാണ് എനിക്കുള്ളത്. എന്നാലും രാഷ്ട്രീയമായിട്ട് കാണണമല്ലോ. ഇത്ര വലിയൊരു മണ്ടത്തരം കോൺഗ്രസ് ചെയ്യരുതായിരുന്നു. ചുരുക്കത്തിൽ കുതിക്കുന്ന മോദിയും കിതയ്ക്കുന്ന ഖാർഗെയുമാണ് നമ്മുടെ മുമ്പിലുള്ള കാഴ്ച. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.